ഹലോ മക്കളെ, അപ്പം നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ എന്ത് പഠിച്ചു? മെട്രിക്സിനെ പറ്റിയിട്ടൊക്കെ പഠിച്ചു അല്ലേ? അതിൻ്റെ മൾട്ടിപ്ലിക്കേഷനും ഇൻവേഴ്സ് കാണാനും അത് വെച്ചിട്ടുള്ള സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചു. അപ്പം ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താ? നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഡിറ്റർമിനൻസ് എന്നതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഈ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെട്രിക്സ് പഠിച്ചപ്പോൾ പല ഓർഡർ മെട്രിക്സും പഠിച്ചിട്ടുണ്ടല്ലേ. 2/3 മെട്രിക്സ് പഠിച്ചു, 3/4 മെട്രിക്സ് പഠിച്ചു, അങ്ങനെയൊക്കെ പഠിച്ചു. പക്ഷേ നമ്മൾ ഡിറ്റർമിനൻസിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അങ്ങനെ എല്ലാ ഓർഡറിലുള്ള മെട്രിക്സിന്റെയും ഡിറ്റർമിനന്റ് പറയുന്നില്ല. നമ്മൾ അതിനെ സ്ക്വയർ മെട്രിക്സ് ആയി റെസ്ട്രിക്റ്റ് ചെയ്യും. എന്നിട്ട് ആ ഒരു കേസിലാണ് നമ്മൾ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഡിറ്റർമിനന്റ് എന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഡിറ്റർമിനന്റ് എന്ന് വെച്ചാൽ, ടു എവറി സ്ക്വയർ മെട്രിക്സ് എ ഓഫ് ഓർഡർ n we can associate a number which may be real or complex called determinant of the square matrix A. അതായത് ഏതൊരു സ്ക്വയർ മെട്രിക്സ് എ എന്ന് പറയുന്ന ഏതൊരു ഓർഡർ n ഉള്ള സ്ക്വയർ മെട്രിക്സിനും അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിയൽ ഓർ കോംപ്ലക്സ് നമ്പർ ഉണ്ടാകും. ആ നമ്പറിനെ നമ്മൾ എന്ത് വിളിക്കും? ഡിറ്റർമിനൻസ് എന്ന് വിളിക്കും. ഡെഫിനിഷൻ ക്ലിയർ അല്ലേ? ആ നമ്പർ ഇനി എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യാന്നൊക്കെ നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ദാറ്റ് ഈസ് ഒരു ഓർഡർ n ഉള്ള എന്ന് പറയുന്നത് ഓർഡർ n ഉള്ള ഒരു സ്ക്വയർ മെട്രിക്സ് ആണെങ്കിൽ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നമ്പർ ഉണ്ടാകും. ആ നമ്പറിനെ നമ്മൾ എന്ത് വിളിക്കും? നമ്മൾ ആ നമ്പറിനെ നമ്മൾ ഡിറ്റർമിനന്റ് എന്ന് വിളിക്കും. ഡിറ്റർമിനന്റ് ഓഫ് ദ സ്ക്വയർ മെട്രിക്സ് എ എന്ന് വിളിക്കും. ഇനി ഇത് എങ്ങനെയാണ് ഇതിന്റെ നൊട്ടേഷൻ വരുന്നത്? ഒന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതെന്ന് പറഞ്ഞാൽ മോഡല്ല കേട്ടോ. ഇങ്ങനെ നമ്മൾ ഒരു നൊട്ടേഷൻ, പിന്നെ നമ്മൾ ഡെൽറ്റ ഓഫ് എ അല്ലെങ്കിൽ ഡെൽറ്റ. നമ്മൾ മോസ്റ്റ്ലി ഈ ചാപ്റ്ററിൽ നമ്മൾ അധികവും കാണാൻ ഈ ഒരു നൊട്ടേഷനും ഈ ഒരു നൊട്ടേഷനും. അപ്പൊ ഇത് മോഡുലസ് ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. മെട്രിക്സിന്റെ കേസിൽ ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഡിറ്റർമിനന്റ് ആണ് കേട്ടോ. അതായത് ഞാനിപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ഇങ്ങനെയാണ് എഴുതുക. അല്ലെങ്കിൽ ഞാൻ അധികവും ഈ ചാപ്റ്ററിൽ ഈ ഒരു നൊട്ടേഷനും യൂസ് ചെയ്യുന്നുണ്ട്, ഡെൽറ്റ എന്ന് പറയുന്ന നൊട്ടേഷൻ. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഡിറ്റർമിനന്റ് എന്താന്ന് പറഞ്ഞു, അതിന്റെ നൊട്ടേഷൻസ് എന്താന്ന് പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് ഓഫ് ഓർഡർ 1. അതായത് ഓർഡർ 1 ഉള്ള ഒരു മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക? അപ്പൊ നമുക്ക് ഓർഡർ 1 ഉള്ള ഒരു മെട്രിക്സ്, ഇപ്പം എന്റെ കയ്യിലുള്ള മെട്രിക്സ് വിച്ച് മേ ബി ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ ഓർഡർ 1 ഉള്ള ഒരു മെട്രിക്സ് ആണല്ലോ. അപ്പൊ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് എന്താ? ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാനില്ല, ഇതിന്റെ ഉള്ളിലത്തെ എലമെന്റ് ഏതാന്ന് വെച്ചാൽ ആ വാല്യൂ തന്നെ നമ്മൾ ഇവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഈ ഒരു കേസിൽ ഡിറ്റർമിനന്റ് കാണാം. അപ്പം ഇവിടെ 1 എഴുതി, ഇവിടെ ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു 1 എന്നത് മോഡുലസ് ആണ്, തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഇപ്പം ലെറ്റ്സ് ബി ഈസ് ഈക്വൽ ടു സം -1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് ബി ഈക്വൽ ടു എന്താടാ? ഇതിന്റെ ഉള്ളിൽ -1 ആണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് ബി ഈക്വൽ ടു -1. മനസ്സിലായോ? ഇത് മോഡുലസ് അല്ല, ഇത് ഡിറ്റർമിനന്റ് ഓഫ് ബി ആണ്. ഇതിന്റെ ഉള്ളിലത്തെ എലമെന്റ് ഏതാന്ന് വെച്ചാൽ ആ എലമെന്റ് തന്നെയാണ് ഓർഡർ 1 ആകുമ്പോൾ നമുക്ക് കിട്ടുക. ഇനിയിപ്പം സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു സം √2 ആണെന്ന് വിചാരിക്കുക. ദെൻ അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് സി എന്ന് പറയുന്നത് എന്താ വരിക? ഡിറ്റർമിനന്റ് ഓഫ് സി എന്ന് പറയുന്നത് എഗെയിൻ √2 എന്ന് വരും. ഓക്കെ, അതായത് എന്താണോ ഈ മെട്രിക്സിന്റെ ഉള്ളിലുള്ളത് അത് തന്നെയാണ് നമുക്ക് ഡിറ്റർമിനന്റും വരിക. ഓർഡർ 1 ആവുന്ന കേസിൽ നമുക്ക് അവിടെ വലിയ കാൽക്കുലേഷൻസ് ഒന്നും ചെയ്യാനില്ല, ആകെ ഒരു എലമെന്റ് അല്ലേ ഉള്ളൂ, പിന്നെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യാനാ? സോ സെയിം എലമെന്റ് തന്നെയാണ് അതിന്റെ ഡിറ്റർമിനന്റും വരിക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് ഓഫ് ഓർഡർ 2 എന്താന്ന് നോക്കാം. അപ്പം ഓർഡർ 2 ആണെങ്കിൽ നമ്മളിപ്പോൾ ഓർഡർ 1 ഉള്ളത് പറഞ്ഞു. ഓർഡർ 2 ആണ്. ലെറ്റ് എ ഈസ് ഈക്വൽ ടു സം 1 2 3 4 ആണെന്ന് വിചാരിക്കുക. നമ്മുടെ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന മെട്രിക്സ് അല്ലേ. ഓക്കെ, ഇതാണെന്ന് വിചാരിക്കുക. ദെൻ അങ്ങനെയാണെങ്കിൽ ദെൻ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു എന്താടാ? ഡിറ്റർമിനന്റ് ഓഫ് എ നമ്മൾ എങ്ങനെയാ കാണുക? ഞാൻ ആദ്യം ഈ 1 × 4 ചെയ്യും, അതായത് ഈ ഡയഗണൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. 1 × 4 നമ്മൾ എങ്ങനെയാ കാണുക? 1 × 4 മൈനസ്, പിന്നെ ഇവിടെ വരുന്നത് ഏത്? 3 × 2. എന്താ വരിക? 3 × 2 എന്ന് വരും. മനസ്സിലാവുന്നില്ലേ? ദാറ്റ് ഈസ് 4 മൈനസ് 3 × 2 എന്ന് പറഞ്ഞാൽ 6 വിച്ച് ഇസ് ഈക്വൽ ടു എന്താ? -2. അപ്പം ഈ ഒരു ഡിറ്റർമിനന്റ് ഓഫ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താ? -2 ആണ്. ഓക്കെ, ഇനി നമ്മൾ വേറൊന്ന് എ ഈസ് ഈക്വൽ ടു സം എന്താ പറയാ 1 0 0 1 നമ്മുടെ യൂണിറ്റ് മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. ദെൻ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്താ വരിക? ഇത് കണ്ട പോലെ കാണുകയാണെങ്കിൽ 1 × 1 ദാറ്റ് ഈസ് 1 × 1 മൈനസ് 0 × 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ വിച്ച് ഇസ് ഈക്വൽ ടു
1 എന്ന് വരും. ഓക്കെ, ഇനി ജനറലി നമ്മളിപ്പം എ എന്ന് പറയുന്നത് സം എ ബി സി ഡി ഇതാണ് അതിന്റെ മെട്രിക്സ് എന്ന് വിചാരിക്കുക. ജനറൽ കേസ് നോക്കുകയാണെങ്കിൽ അപ്പം ദെൻ ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു എന്ത് വരും? നമ്മൾ ഇവിടെ ചെയ്ത പോലെ നമ്മൾ ക്രോസ് ആയിട്ട് ചെയ്യുമ്പോൾ എ ഇൻറ്റു ഡി ദാറ്റ് ഈസ് എ ഡി മൈനസ് ബി സി എന്ന് വരും. ഓക്കെ, അപ്പം ഇതാണ് ഒരു 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കാണാനുള്ള ജനറൽ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാ. അതായത് നമ്മൾ ഈ ഡയഗണൽ എലമെന്റ്സ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക മൈനസ് ഇപ്പുറത്തെ നമ്മുടെ മെട്രിക്സിന്റെ കേസിൽ ഇതാണ് ഡയഗണൽ നമ്മൾ ആദ്യം പറഞ്ഞിട്ട് ആ ഒരു ടേം ഉദ്ദേശിച്ചത് എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അതായത് ഇവിടെ ഉള്ളത് ഇൻറ്റു ഇവിടെ ഉള്ളത് മൈനസ് ഇത് ഇൻറ്റു ഇത് ദാറ്റ് ഈസ് എ ഡി മൈനസ് ബി സി. അപ്പം സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ എങ്ങനെയാണ് ഡിറ്റർമിനന്റ് കാണുന്നത്? ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഓർഡർ പറഞ്ഞു, സെക്കൻഡ് ഓർഡറും പറഞ്ഞു അല്ലേ? ഇനി നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്താന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം നമ്മൾ ഫസ്റ്റ് ഓർഡറിൽ നമുക്കൊന്നും ചെയ്യാനില്ല, ജസ്റ്റ് ആ എലമെന്റ് എടുത്ത് എഴുതാം. സെക്കൻഡ് ഓർഡർ ആകുമ്പോഴും സിമ്പിൾ ആണ്, ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം മൈനസ് ചെയ്യാം. ഓക്കെ, ഇനി തേർഡ് ഓർഡർ ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒന്ന് പണിയെടുക്കാനുണ്ട്, കുറച്ചും കൂടി എലമെന്റ്സ് കൂടിയില്ല, അപ്പൊ കുറച്ചും കൂടി ഒന്ന് പണിയെടുക്കാനുണ്ട്. ഇവിടെ നമ്മൾ ഈ ഒരു മെട്രിക്സ് ആണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പം ആദ്യം മിസ് പറയാം, തേർഡ് ഓർഡർ ആണെങ്കിൽ നമുക്ക് ഒരു രീതിയിൽ മാത്രമല്ല ഡിറ്റർമിനന്റ് കാണാൻ പറ്റുക. അപ്പം ഈ ഒരു മെട്രിക്സിന്റെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് 6 രീതിയിൽ ഡിറ്റർമിനന്റ് കാണാം. കാരണം ഇവിടെ 3 റോസ് ഉണ്ട് പ്ലസ് 3 കോളംസ് ഉണ്ടല്ലേ. അപ്പൊ 3 റോസ് വെച്ചിട്ട്, അതായത് ഓരോ റോ വെച്ചിട്ട് നമുക്ക് ഡിറ്റർമിനന്റ് കാണാം, ഓരോ കോളം വെച്ചിട്ടും ഡിറ്റർമിനന്റ് കാണാം. അപ്പൊ എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 6 വേസിൽ നമുക്ക് ഇതിന്റെ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അത് ഓരോന്നും എന്താന്നുള്ളത് മിസ് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് അലോങ് ഫസ്റ്റ് റോ ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, എക്സ്പാൻഡിങ് അലോങ് ഫസ്റ്റ് റോ ആണെങ്കിൽ ഡിറ്റർമിനന്റ് എങ്ങനെയാ കാണാന്ന് പറയാം. പിന്നെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതൊക്കെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമ്മൾ അലോങ് ഫസ്റ്റ് റോ ആണ് നമ്മൾ ആദ്യം ഇവിടെ ചെയ്യുന്നത്. അലോങ് ഫസ്റ്റ് റോ ആണെങ്കിൽ എങ്ങനെയാടാ നമ്മൾ ഡിറ്റർമിനന്റ് കാണാം? ആദ്യം ഫസ്റ്റ് റോയിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 1 2 1 അല്ലേ. അപ്പൊ ആദ്യം നമ്മൾ ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു 1 ഇൻറ്റു, അതായത് ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു എന്ത് വരും? ഈ ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു, എന്നിട്ട് ആ ഫസ്റ്റ് എലമെന്റ് വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യാം. ബാക്കി എന്താ വരുന്നത്? 1 3 മൈനസ് 1 2. അതിന്റെ ഡിറ്റർമിനന്റ് അതായത് 1 3 മൈനസ് 1 2. ഇവിടെ നമ്മൾ 1 ഇൻറ്റു അല്ലേ, അപ്പൊ അടുത്ത് നമ്മൾ മൈനസ് 2 ഇൻറ്റു, അതായത് ഈ പ്ലസും മൈനസും ഈ ഒരു കേസിൽ ആൾട്ടർനേറ്റീവ് ആയിട്ടാണ് വരിക. അതായത് ആദ്യം പ്ലസ് വന്ന ഇവിടെ പ്ലസ് അല്ലേ, 1 ഇൻറ്റു അല്ലേ ചെയ്ത്, അപ്പൊ അടുത്ത് നമ്മൾ മൈനസ്, അടുത്ത ആ ലെറ്റർ ഏതാന്ന് വെച്ചാൽ അല്ലെങ്കിൽ അടുത്ത എലമെന്റ് ഏതാ വെച്ചാൽ അങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് മൈനസ് 2 ഇൻറ്റു, ഇനി നമ്മൾ 2 ഉള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്യാം. ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനൻസ് ദാറ്റ് ഈസ് 2 3 0 2 2 3 0 2. ഇനി ഇവിടെ മൈനസ് വന്നതുകൊണ്ട് അടുത്ത് എന്ത് വരും? പ്ലസ് എന്ത് വരും? 1 ഇൻറ്റു അടുത്ത എലമെന്റ് 1 ഇൻറ്റു ഇവിടെ എന്താടാ ഇതുള്ള റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ 2 1 0 മൈനസ് 1 2 1 0 മൈനസ് 1. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാൻ നമ്മൾ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തു അല്ലേ. സോ 1 ഇൻറ്റു ഇതെന്ത് വരും? 1 ഇൻറ്റു 2 2 2 മൈനസ് 3 എന്ന് വരും അല്ലേ. 2 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 3 മൈനസ് 2 ഇൻറ്റു ഇതെന്ത് വരും? 2 ഇൻറ്റു 2 4 4 മൈനസ് 0 ദാറ്റ് ഈസ് 4 എന്ന് വരും. പ്ലസ് 1 ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ 2 മൈനസ് 2 ഇൻറ്റു മൈനസ് 1 മൈനസ് 2 മൈനസ് 0 എന്ന് വരും. ദാറ്റ് ഈസ് മൈനസ് 2 എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു ഇതെന്ന് പറഞ്ഞാൽ എന്താ? 5 ഇൻറ്റു 1 5 തന്നെ. അപ്പോൾ 5 മൈനസ് 4 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 8 മൈനസ് 2 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 5 മൈനസ് 8 എന്ന് പറയുമ്പോൾ മൈനസ് 3 മൈനസ് 3 മൈനസ് 2 എന്ന് പറഞ്ഞാൽ മൈനസ് 5 എന്ന് വരും. ഓക്കെ, ഇതിന്റെ ഡിറ്റർമിനന്റ് ഇങ്ങനെ കണ്ടെന്ന് മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം ഫസ്റ്റ് എലമെന്റ് അലോങ് ഫസ്റ്റ് റോ ചെയ്യുമ്പോൾ അതിലെ ആദ്യത്തെ എലമെന്റ് ഇൻറ്റു നമ്മൾ അത് ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനൻസ് മൈനസ് ആ സൈൻ വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ. പിന്നെ രണ്ടാമത്തെ എലമെന്റ് ഇൻറ്റു അത് ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് പ്ലസ് അടുത്തത് അൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസ് മൈനസ് അങ്ങനെ വരാം. അടുത്ത എലമെന്റ് ഇൻറ്റു അത് ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ്, എന്നിട്ട് അത് കാണാം. ഓക്കെ, അപ്പൊ മിസ് പറഞ്ഞു ഈ സൈൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ സൈൻ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട എന്താന്ന് വെച്ചാൽ, ഇപ്പം ആദ്യം പ്ലസ് കൊടുത്താൽ പിന്നെ മൈനസ് പിന്നെ പ്ലസ്, ഇവിടെ പിന്നെ മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് ഇങ്ങനെയാണ് വരിക. നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, അതായത് പ്ലസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കൊടുത്തു പോവാ. പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് അടുത്തടുത്ത് 2 മൈനസും 2 പ്ലസും വരില്ല. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ, അതായത് അലോങ് റോ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ നോക്കുമ്പോൾ പ്ലസിന്റെ അടുത്ത് ഇവിടെ മൈനസ് അല്ലേ,
ഇവിടെ പ്ലസിന്റെ അടുത്ത് മൈനസ് അല്ലേ, അതേപോലെ എല്ലാ സ്ഥലത്തും അടുത്തടുത്ത് രണ്ട് മൈനസും വരില്ല, രണ്ട് പ്ലസും വരില്ല, അലോങ് റോ ആണെങ്കിലും അലോങ് കോൾ ആണെങ്കിലും. ഇങ്ങനെയാണ് നമ്മൾ ഇതിന്റെ സൈൻ കൊടുക്കുക. അപ്പം ഇതെന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും ഈ സൈനിന്റെ ഇതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ, എന്നാലേ നമുക്ക് അലോങ് ബാക്കി റോസ് ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇപ്പൊ നമ്മൾ അലോങ് ഫസ്റ്റ് റോ ആണ് ഇത് എക്സ്പാൻഡ് ചെയ്തത്. അലോങ് ഫസ്റ്റ് റോ ചെയ്തപ്പോൾ നമുക്ക് -5 കിട്ടി. ഇനി നമുക്ക് അലോങ് സെക്കൻഡ് റോ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഇനി അലോങ് സെക്കൻഡ് റോ എങ്ങനെയാ ചെയ്യാൻ നോക്കാം. അലോങ് സെക്കൻഡ് റോ എങ്ങനെയാണ് നമ്മൾ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യാൻ നോക്കാം. അപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ 1 ഇൻറ്റു ചെയ്ത പോലെ ഇവിടെ ആദ്യത്തെ എലമെന്റ് ഏതാ 2. പക്ഷേ അലോങ് സെക്കൻഡ് റോ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ എന്ത് കൊടുക്കണം, മൈനസ് കൊടുക്കണം. സോ നമുക്ക് എന്ത് കിട്ടും, ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു -2 ഇൻറ്റു, എന്നിട്ട് അത് വരുന്ന ഇത് ഡിലീറ്റ് ചെയ്യാം, ഇൻറ്റു എന്ത് വരും 21 - 1 2. 21 - 1 2. ഇനി അടുത്തത് എന്താ, ഇതിവിടെ മൈനസ് വന്നതുകൊണ്ട് ഒബ്വിയസ്ലി അടുത്തത് പ്ലസ് ആയിരിക്കും. പ്ലസ് രണ്ടാമത്തെ എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താ 1 അല്ലേ, 1 ഇൻറ്റു, ഇനി അത് വരുന്ന കോളവും റോയും ഡിലീറ്റ് ചെയ്താൽ 1 1 0 2. 1 1 0 2. ഇനി അടുത്തത് എന്താ വരിക, മൈനസ് അല്ലേ, -3 ഇൻറ്റു എന്ത് വരും, അത് വരുന്ന കോളവും റോയും ഡിലീറ്റ് ചെയ്താൽ 1 2 0 - 1 എന്ത് വരുടാ, അത് ഇപ്പുറത്തേക്ക് എഴുതാട്ടോ, -3 ഇൻറ്റു 1 2 0 - 1 1 2 0 - 1. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോഴും ഈ -5 തന്നെയാണ് കിട്ടുന്നത് നോക്കണം അല്ലേ, കാരണം എങ്ങനെ ചെയ്താലും നമുക്ക് എന്ത് കിട്ടണം, ഡിറ്റർമിനന്റ് ഓഫ് എന്ന് പറയുന്നത് സെയിം വാല്യൂ കിട്ടണ്ടേ. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ എന്ത് കിട്ടും, -2 ഇൻറ്റു 2 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 4 4 മൈനസ് -1 എന്ന് പറയുമ്പോൾ 4 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 2 - 0 എന്ന് പറഞ്ഞാൽ 2 തന്നെ, -3 ഇൻറ്റു 1 ഇൻറ്റു -1 -0 വരും, ദാറ്റ് ഈസ് -1 എന്ന് വരും, വിച്ച് ഈസ് ഈക്വൽ ടു -10 + 2 + 3 എന്ന് വരും, ദാറ്റ് ഈസ് -10 + 5 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും, -5. അപ്പൊ ഇവിടെ കിട്ടിയ അതേ -5 തന്നെയാണ് നമുക്ക് എന്ത് കിട്ടിയത്, സെക്കൻഡ് റോ വെച്ചിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ഇവിടെ കിട്ടിയ അതേ -5 എന്നാലേ കിട്ടിയത്. അപ്പൊ നമ്മളിപ്പോ അലോങ് ഫസ്റ്റ് റോ ചെയ്തു, അലോങ് സെക്കൻഡ് റോ ചെയ്തു. ഇനി ഇതേപോലെ എനിക്ക് എങ്ങനെയും ചെയ്യാം, അലോങ് തേർഡ് റോയും ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് 3 റോ വെച്ചിട്ട് ചെയ്യാം. അപ്പൊ നമ്മളിപ്പോ 3 മെത്തേഡിൽ കാണാന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ അലോങ് റോസ് ചെയ്തു, ഫസ്റ്റ് റോ ചെയ്തു, സെക്കൻഡ് റോ ചെയ്തു, അപ്പൊ നമുക്ക് സെയിം അല്ലേ കിട്ടിയത്. ഇനി നമ്മൾ അലോങ് ഫസ്റ്റ് കോളം ഒന്ന് ചെയ്ത് നോക്കാം. ഇപ്പൊ നമ്മൾ റോ പറഞ്ഞ മാതിരി നമുക്ക് കോളം ചെയ്യുമ്പോഴും സെയിം തന്നെയാണോ കിട്ടുക നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു കേസിൽ നമ്മൾ അലോങ് ഫസ്റ്റ് കോളം ചെയ്ത് നോക്കാം. ഫസ്റ്റ് കോളം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, 1 ഇൻറ്റു ഇവിടെ നോക്കുമ്പോൾ അത് ഡിലീറ്റ് ചെയ്യുക, അപ്പൊ ബാക്കി 1 3 -1 2. ഇനി നമുക്കറിയാം ഓൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസ് ഇവിടെ മൈനസ്, അപ്പം സോ -2 ഇൻറ്റു എന്ത് വരും, അത് ഡിലീറ്റ് ചെയ്യുക, 2 വരുന്ന ആ ഒരു റോയും ആ ഒരു കോളം ഡിലീറ്റ് ചെയ്യുക, അപ്പൊ 21 - 1 2 21 - 1 2 എന്ന് വരും. ഇനി അടുത്തത് പ്ലസ് വരും അല്ലേ, ഇവിടെ മൈനസ് വന്നാൽ അടുത്തത് പ്ലസ്, ദാറ്റ് ഈസ് പ്ലസ് അടുത്ത എലമെന്റ് എന്താ, അടുത്ത എലമെന്റ് നോക്കുമ്പോൾ ഇവിടെ എന്താടാ 0 ഇൻറ്റു എന്ത് വന്നാലും എന്താ 0 അല്ലേ, സോ നമുക്ക് ബാക്കി എഴുതേണ്ട ആവശ്യമുണ്ടോ, ഇല്ല, പ്ലസ് 0 എന്ന് എഴുതിയാൽ മതി, ബാക്കി എന്തായാലും നമുക്കത് വിഷയമല്ല. വിച്ച് ഈസ് ഈക്വൽ ടു, അപ്പൊ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ഇൻറ്റു എന്ത് വരും, 1 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2 2 മൈനസ് -3 എന്ന് പറയുമ്പോൾ 2 + 3 -2 ഇൻറ്റു ഇവിടെ എന്ത് വരും, 2 ഇൻറ്റു 2 4 4 മൈനസ് -1 എന്നാണ് 4 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 5 എന്ന് വരും. ദാറ്റ് ഈസ് നമുക്ക് എന്ത് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 5 - 10 എന്ന് കിട്ടും. ദാറ്റ് ഈസ് എഗെയിൻ എന്താ -5 അല്ലേ. നമുക്ക് അപ്പം അലോങ് ഫസ്റ്റ് റോ ചെയ്തപ്പോഴും സെക്കൻഡ് റോ ചെയ്തപ്പോഴും ഫസ്റ്റ് കോളം ചെയ്തപ്പോഴും ഒക്കെ എന്താ കിട്ടുന്നത്, -5 അല്ലേ. അപ്പൊ മിസ് പറഞ്ഞു ഈ ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നമുക്ക് എത്ര രീതിയിൽ കാണാം, ഇതേപോലെ 6 രീതിയിൽ കാണാം. അലോങ് ഫസ്റ്റ് റോ എക്സ്പാൻഡ് ചെയ്യാം, അലോങ് സെക്കൻഡ് റോ ചെയ്യാം, അലോങ് തേർഡ് റോ ചെയ്യാം, പിന്നെ ഫസ്റ്റ് കോളം ചെയ്യാം, സെക്കൻഡ് കോളം ചെയ്യാം ആൻഡ് തേർഡ് കോളം ചെയ്യാം. ഇത് ക്ലിയർ അല്ലേ. ജസ്റ്റ് നമ്മൾ ഇവിടെ ഓർത്ത് വെക്കേണ്ട എന്താ, മിസ് നേരത്തെ പറഞ്ഞ ആ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്, ഇത് ജസ്റ്റ് നിങ്ങൾ ഇവിടെ നിന്ന് പ്ലസ് തുടങ്ങിയിട്ട് ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇട്ട് പോയാൽ മതി. അപ്പൊ ഈ സൈൻ ഒരിക്കലും തെറ്റിപ്പോകില്ല. അപ്പൊ ഇത് മാത്രം ഒന്ന് ഓർത്ത് വെച്ചാൽ മതി, പിന്നെ അത് ഡിലീറ്റ് ചെയ്യുക, ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് കാണാം. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഇത്രയും 6 വേസിൽ കാണാമെന്ന് പറഞ്ഞു, അതായത് എന്താ ഇത്രയും മെത്തേഡിൽ നമ്മൾ എന്തിനാ കാണുന്നതെന്ന് നോക്കാം.
അപ്പൊ അതെന്തിനാന്ന് വെച്ചാൽ ഫോർ ഈസിയർ കാൽക്കുലേഷൻസ് വി ഷാൽ എക്സ്പാൻഡ് ദ ഡിറ്റർമിനന്റ് അലോങ് ദാറ്റ് റോ ഓർ കോളം വിച്ച് കണ്ടെയ്ൻസ് മാക്സിമം നമ്പർ ഓഫ് സീറോസ്. അതായത് നമ്മൾ ഇത്രയും മെത്തേഡിൽ കാണാമെന്ന് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിപ്പോ സ്പെസിഫിക് ആയിട്ട് അലോങ് ദിസ് റോ അല്ലെങ്കിൽ അലോങ് ഇന്ന കോളം എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പം ഏത് വെച്ച് ചെയ്യാനായിരിക്കും, ഏറ്റവും കൂടുതൽ സീറോ വരുന്ന കോളമോ റോയോ ഉണ്ടെങ്കിൽ അത് വെച്ച് ചെയ്താൽ നമുക്ക് കാൽക്കുലേഷൻസ് എന്താവും, കുറച്ചും കൂടി സിമ്പിൾ ആയി കിട്ടും. ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത കേസിൽ ഇവിടെ കണ്ടില്ലേ, നമുക്ക് ഒരു പ്ലസ് 0 വന്നപ്പോ നമുക്ക് ആ ഒരു ഭാഗം ചെയ്യണ്ടല്ലോ, നമുക്ക് ബാക്കി മാത്രം ചെയ്താൽ മതിയല്ലോ. അപ്പം ഈ ഒരു കോളത്തില് ഒരു 0 വന്നതുകൊണ്ട് നമുക്ക് എന്തായി, അത്രയും പാർട്ട് ഒഴിവായി കിട്ടി. അതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഈസിയർ കാൽക്കുലേഷൻ, നമുക്ക് കാൽക്കുലേഷൻ കുറച്ചും കൂടി എളുപ്പമായി കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ നമ്പർ ഓഫ് സീറോസ് ഉള്ള റോ ആണോ കോളം ആണോ നോക്കും, എന്നിട്ട് അതുവഴി അങ്ങോട്ട് എക്സ്പാൻഡ് ചെയ്ത് ചെയ്താൽ നമുക്ക് കുറച്ച് കാൽക്കുലേഷനിൽ തന്നെ സാധനം കിട്ടില്ലേ. നമ്മളെപ്പോഴും എന്താ നോക്കുക, സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് സാധനം കിട്ടുക എന്നല്ലേ നോക്കുക. സോ നമ്മൾ എന്ത് ചെയ്യും, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ എന്റെ അടുത്തൊരു ഒരു മെട്രിക്സ് ഉണ്ട് 2, 17, 10, 1, 2, 3, 0, 1, 0. അപ്പൊ ഇതിൽ ഞാനിപ്പം അലോങ് ഫസ്റ്റ് റോ ചെയ്താലും എനിക്ക് അതിന്റെ ഡിറ്റർമിനന്റ് വാല്യൂ കിട്ടും. ആൻഡ് അലോങ് സെക്കൻഡ് റോ ചെയ്താലും തേർഡ് റോ ചെയ്താലും ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം തേർഡ് കോളം ചെയ്താലും ഒക്കെ കിട്ടും. പക്ഷേ ഈ ഫസ്റ്റ് റോക്കാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് 2 into സംതിങ് മൈനസ് 17 into സംതിങ്. അപ്പൊ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ കാൽക്കുലേഷൻ കുറച്ച് ടഫ് ആയില്ലേ. അപ്പം അതിലും എളുപ്പം ഞാനിപ്പം അലോങ് ഇവിടെ നോക്കടാ, തേർഡ് റോ നോക്കുകയാണെങ്കിൽ ഇവിടെ 2 0 ഇല്ലേ, 2 0 എന്ന് പറയുമ്പോൾ 2 0 into വരുന്ന രണ്ട് പാർട്ടും എന്താവും, 0 ആയി പോകും. അതിന്റെ കാൽക്കുലേഷൻ എനിക്ക് ചെയ്യണോ, വേണ്ടല്ലോ. സോ എനിക്ക് ഈ 1 into എന്ന് പറഞ്ഞിട്ട് ബാക്കി വരുന്നത് മാത്രം ചെയ്താൽ പോരെ. അപ്പൊ അങ്ങനെ നമ്മൾ ഏതിലാണ് കൂടുതൽ 0 ഉള്ളത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാൽക്കുലേഷൻസ് കുറച്ചും കൂടി എളുപ്പമാവും. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും മെത്തേഡിലൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഈ ഒരു ഡിറ്റർമിനന്റിന്റെ വാല്യൂ നമ്മൾ കാണുകയാണെങ്കിൽ അലോങ് തേർഡ് റോ നമ്മൾ ചെയ്യുന്നതെങ്കിൽ അലോങ് തേർഡ് റോ നമുക്ക് എന്ത് വരും, 0 into എന്തെങ്കിലും ആവട്ടെ, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇനി ഇവിടെ പ്ലസ് ആണോ മൈനസ് ആണോ എന്നുള്ളത് നമ്മൾ ബോധർ ചെയ്യണം. കാരണം ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഇവിടെ പ്ലസ് മൈനസ് പ്ലസ്, അപ്പൊ ഇവിടെ പ്ലസ് വരും, അതുകൊണ്ട് ഇവിടെ എന്ത് വരും, മൈനസ് വരും. സോ നമ്മൾ 0 കഴിഞ്ഞിട്ട് മൈനസ് 1 into എന്ത് വരും, 1 വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്യാം. 2, 10, 1, 3 ഡിറ്റർമിനന്റ് 2, 10, 1, 3 പ്ലസ് പ്ലസ് 0 into എന്തായാലും നമുക്ക് വിഷയമല്ല അല്ലെ, ആ ഭാഗം മൊത്തം 0 ആണ്. അപ്പൊ നമുക്ക് ആകെ ഈ ഒരു പാർട്ട് മാത്രമല്ലേ ഇതിൽ ചെയ്യാനുള്ളൂ. therefore which is equal to 1 into എന്ത് വരും, 2 into 3 എന്ന് പറയുമ്പോൾ 6 minus 10 എന്ന് വരും. 6 minus 10 is equal to minus 4. ഇവിടെ ഒരു മൈനസ് ഉണ്ട്. therefore which is equal to എന്ത് കിട്ടും, 4 എന്ന് കിട്ടും. മനസ്സിലായോ? നമ്മളിപ്പോ തേർഡ് റോ ചെയ്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ല ആൻസർ. കാരണം എന്താ, ഇവിടെ 2 zeros ഉണ്ട്. നമ്മുടെ ഈ ഒരു കേസിൽ ഈ റോയിൽ 2 zeros വരുന്നുണ്ട്. therefore നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടി. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും മെത്തേഡ് പറയുന്നത്. ഇത്രയും ക്ലിയർ അല്ലേ? നമ്മളിപ്പോ ഡിറ്റർമിനന്റ് ഫസ്റ്റ് ഓർഡറിൻ്റെത് കാണാൻ പഠിച്ചു, സെക്കൻഡ് ഓർഡറിൻ്റെത് പഠിച്ചു, ആൻഡ് തേർഡ് ഓർഡറിന്റെ എങ്ങനെയാണ് കാണാമെന്ന് പഠിച്ചു. ഇനി നമുക്ക് കുറച്ച് ഡിറ്റർമിനൻസിന്റെ വാല്യൂ കാണാം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇവാലുവേറ്റ് ദ ഫോളോയിങ് ഡിറ്റർമിനൻസ് ബൈ എക്സ്പാൻഡിങ് അലോങ് ദ ഫസ്റ്റ് റോ. കേട്ടോ, ഇത് ഇവിടെ വിട്ടുപോയതാണ്. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് റോ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് ഫസ്റ്റ് റോ എന്ന് സ്പെസിഫിക് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് 3 ഇത് തന്നിട്ടുണ്ട്. ഇതിന്റെ 3ന്റെയും വാല്യൂ ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തേത് നോക്കാം. ആദ്യത്തെ കേസിൽ എന്താ നമ്മുടെ ഡിറ്റർമിനന്റ് എന്ന് വെച്ചാൽ അലോങ് ഫസ്റ്റ് റോ അല്ലേ ചെയ്യണ്ടേ. അപ്പൊ നമ്മൾ എ ഇൻറ്റു എ എന്ന് പറയുന്നത് ഒഴിവാക്കിയിട്ട്, എന്ന് പറയുന്നത് ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കിയിട്ട് ബാക്കി എന്ത് വരും, ബി 0 0 സി മൈനസ് 0 ഇൻറ്റു എന്തെങ്കിലും ആവട്ടെ, അത് നമ്മളെ വിഷയമല്ല, പ്ലസ് 1 ഇൻറ്റു എന്ന് പറയുമ്പോൾ 1 വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി 0 ബി 1 0 0 ബി 1 0. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, എ ഇൻറ്റു ഇതെന്താ ബി സി മൈനസ് അല്ല, ഈ മൈനസ് 0 എന്ന് പറഞ്ഞാൽ 0 തന്നെ, പ്ലസ് 1 ഇൻറ്റു ഇതെന്ന് പറഞ്ഞാൽ 0 മൈനസ് ബി, ദാറ്റ് ഈസ് മൈനസ് ബി, വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് വരും, എ ബി സി മൈനസ് ബി. അപ്പോൾ ഒന്നാമത്തെ ഡിറ്റർമിനന്റ് വാല്യൂ നമുക്ക് എന്ത് കിട്ടി, എ ബി സി മൈനസ് ബി എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ ഡിറ്റർമിനന്റ്, രണ്ടാമത്തത് എന്താ, എക്സ് വൈ സെഡ് 1 3 3 2 4 6 അല്ലേ. സോ നമ്മൾ ഇതേപോലെ തന്നെ ഫസ്റ്റ് റോ വെച്ച് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു എന്ത് വരും, എക്സ് വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്താൽ 3 3 4 6, ദാറ്റ് ഈസ് 3 3 4 6 മൈനസ് വൈ ഇൻറ്റു എന്ത് വരും, വൈ വരുന്ന കോളവും റോയും ഇതേപോലെ നമ്മൾ ഡിലീറ്റ് ചെയ്യാം. 1 3
2 6 1 3 2 6 ഓക്കെ പ്ലസ് സെഡ് ഇൻറ്റു ഫൈനലി എന്ത് വരും സെഡ് വരുന്ന റോയും കോളവും നമ്മൾ ഡിലീറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇത് ഡിലീറ്റ് ചെയ്യുമ്പോൾ 1 3 2 4 1 3 2 4 ഓക്കെ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും എക്സ് ഇൻറ്റു ഇതെന്താ വരിക 3 ഇൻറ്റു 6 എന്ന് പറയുമ്പോൾ 18 മൈനസ് 12 എന്ന് പറയുമ്പോൾ ഇവിടെ 6 വരും ഇൻറ്റു 6 അല്ലെങ്കിൽ നമുക്ക് ഇതിന് 6x എന്ന് എഴുതാം അല്ലേ 6x മൈനസ് വൈ ഇൻറ്റു ഇവിടെ എന്ത് വരും 6 മൈനസ് 6 എന്ന് പറയുമ്പോൾ 0 പ്ലസ് സെഡ് ഇൻറ്റു ഇതെന്ത് വരും 4 മൈനസ് 6 എന്ന് പറയുമ്പോൾ -2 therefore which is equal to എന്ത് വരും 6x minus 2z എന്ന് വരും ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത് ഡിറ്റർമിനന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പോൾ നമ്മൾ ഈ രണ്ടാമത്തെ മെട്രിക്സിന്റെ ഈ ഒരു ഡിറ്റർമിനന്റ് വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്തു ഓക്കെ അല്ലേ ഇനി നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ 1a bc 1b ca 1c ab ഇത് അലോങ് ഫസ്റ്റ് റോ നമ്മൾ എങ്ങനെയാ ചെയ്യടാ which is equal to അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സം ഡെൽറ്റ 3 എന്ന് കൊടുക്കാം കേട്ടോ മിസ് ഇപ്പം നമ്മൾ കണ്ടത് ഡെൽറ്റ 2 അതിന്റെ വാല്യൂ കാണാൻ 1 ഇൻറ്റു എന്ത് വരും 1 വരുന്ന കോളവും റോയും ഇതേപോലെ ഡിലീറ്റ് ചെയ്യുന്നു ബി സി എ സി എ ബി ബി സി എ സി എ ബി അല്ലേ ബി സി എ സി എ ബി മൈനസ് രണ്ടാമത്തെ എലമെന്റ് ഏതാ എ ഇൻറ്റു എ വരുന്ന കോളവും ഡിലീറ്റ് ചെയ്യുന്നു റോ ഡിലീറ്റ് ചെയ്യുന്നു അപ്പോൾ 1 സി എ 1 എ ബി 1 സി എ 1 സി എ 1 എ ബി പ്ലസ് ബി സി ഇൻറ്റു എന്ത് വരും ഇത് രണ്ടും ഡിലീറ്റ് ചെയ്യുമ്പോൾ 1b 1c ഓക്കെ അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ബി ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ എ ബി സ്ക്വയർ മൈനസ് സി എ സ്ക്വയർ സി അല്ല സി സ്ക്വയർ കേട്ടോ 2 സി അല്ലേ ഉള്ളത് ഇവിടെ സോറി ബി ഇൻറ്റു എ ബി എന്ന് പറയുമ്പോൾ എ ബി സ്ക്വയർ മൈനസ് സി ഇൻറ്റു സി എന്ന് പറയുമ്പോൾ സി സ്ക്വയർ എ മൈനസ് എ ഇൻറ്റു ഇവിടെ എന്ത് വരും എ ബി മൈനസ് സി എന്ന് വരും പ്ലസ് ബി സി ഇൻറ്റു ഇവിടെ എന്ത് വരും സി മൈനസ് ബി എന്ന് വരും ഓക്കെ വിച്ച് ഇസ് ഈക്വൽ ടു ഇതിനെ നമുക്ക് എ ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ എ മൈനസ് ഈ എനെ ഉള്ളോട്ട് എടുക്കുമ്പം എ സ്ക്വയർ ബി ഈ മൈനസും പ്ലസ് ആകും പ്ലസ് സി എ സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സി എന്ന് വരും വിച്ച് ഇസ് ഈക്വൽ ടു ഞാൻ ഇതിനെ മാറ്റിയിട്ട് എ ബി സ്ക്വയർ ഇവിടെ ഒരു എ ബി സ്ക്വയർ ഉണ്ട് ഇവിടെ ഒരു മൈനസ് എ സ്ക്വയർ ബി ഉണ്ട് അല്ലേ മൈനസ് എ സ്ക്വയർ ബി പ്ലസ് ഇവിടെ ഒരു സി എ സ്ക്വയർ ഉണ്ട് സി എ സ്ക്വയർ മൈനസ് സി സ്ക്വയർ എ കുറച്ചും കൂടി ഒരു വൃത്തിയുള്ള ഫോമിലാക്കുന്നു എന്നാണല്ലോ കേട്ടോ ഇത്ര തന്നെ എഴുതിയാലും നമ്മുടെ ആൻസർ ആയിട്ടുണ്ട് കുറച്ചും കൂടി ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട് ഓക്കെ പ്ലസ് ബി സി സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സി ഓക്കെ ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു ഇതിൽ എ ബി സ്ക്വയർ ഇത് എ സ്ക്വയർ ബി രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട് എ ബി ഉണ്ട് എ ബിനെ പുറത്തെടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും ഒരു ബി മൈനസ് ഇവിടെ ഒരു എ ഉണ്ടാവും പ്ലസ് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട് സി എ ഉണ്ട് സി എനെ പുറത്തെടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും എ മൈനസ് സി എന്ന് വരും ഓക്കെ പ്ലസ് ഇതിൽ കോമൺ ആയിട്ട് ബി സിനെ പുറത്തെടുക്കുമ്പോൾ ഉള്ളിൽ എന്ത് വരും സി മൈനസ് ബി എന്ന് വരും ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി എ ബി ഇൻറ്റു ബി മൈനസ് എ പ്ലസ് സി എ ഇൻറ്റു എ മൈനസ് സി പ്ലസ് ബി സി ഇൻറ്റു സി മൈനസ് ബി ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഡിറ്റർമിനന്റിന്റെ വാല്യൂയും ഫൈൻഡ് ചെയ്തു ക്ലിയർ അല്ലേ അപ്പോൾ നമ്മൾ 3 കേസും ഡിസ്കസ് ചെയ്തു അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡറിന്റെ ഡിറ്റർമിനന്റ് എങ്ങനെയാണ് കാണാമെന്ന് പറഞ്ഞു സെക്കൻഡ് ഓർഡറിന്റെ എങ്ങനെയാണെന്ന് പറഞ്ഞു തേർഡ് ഓർഡറിന്റെ എങ്ങനെയാണെന്ന് പറഞ്ഞു അതിലെ പ്രോബ്ലംസും ചെയ്തു ഓക്കെ ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ് എന്താണെന്നാണ് ഓക്കെ അപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനന്റ് പറയുന്ന ആ സെക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ മൈനേഴ്സ് ആൻഡ് കോഫാക്ടർ എന്താണെന്ന് ഒന്ന് ഡിഫൈൻ ചെയ്യാം അപ്പം എന്താണ് മൈനർ എന്ന് വെച്ചാൽ ഇഫ് ഡെൽറ്റ ഈസ് എ ഡിറ്റർമിനന്റ് ദെൻ മൈനർ എം ഐ ജെ ഓഫ് എലമെന്റ് എ ഐ ജെ ഇസ് ദ ഡിറ്റർമിനന്റ് ഒബ്റ്റെയിൻഡ് ബൈ ഡിലീറ്റിംഗ് ith row and jth column of delta. For instance, delta is equal to a11, a12, a13, a21, a22, a23, a31, a32, a33 ആണെങ്കിൽ m11 എന്ന് പറയുന്നത് a22, a23, a32, a33 യുടെ ഡിറ്റർമിനന്റ് ആണ്
എന്തെങ്കിലും മനസ്സിലായോ? ഇല്ലല്ലോ. ഇങ്ങനെ പറയുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. സംഭവം സിമ്പിൾ ആണ്. നമുക്കിപ്പം ഓരോ എലമെന്റിന്റെ നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ ഒരു 3x3 മെട്രിക്സ് തന്നിട്ടുണ്ട്. അതിലിപ്പം A11ന്റെ മൈനർ എന്ന് പറയുന്നത്, അതായത് A11ന്റെ മൈനർ എന്ന് പറഞ്ഞാൽ എന്താ? M11 നമ്മൾ M വെച്ചിട്ട് ഇങ്ങനെ MIJ എന്നുള്ള ഫോമിലാണ് ഇതിന്റെ നൊട്ടേഷൻ വരുന്നത്. M11 എന്ന് പറഞ്ഞാൽ എന്താടാ? ഒന്നുമില്ല, സിംപ്ലി നമ്മൾ ഈ A വരുന്ന കോളവും റോയും ഡിലീറ്റ് ചെയ്യാം. അത് ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്നത് എന്താന്ന് വെച്ചാൽ, അതായത് ഇപ്പം ഇവിടെ A22, A23, A32 ആൻഡ് A33 ഇങ്ങനെ വരുന്നതിന്റെ ഡിറ്റർമിനന്റ് അതാണ് ഇവിടെ പറഞ്ഞത്. അതിനെയാണ് നമ്മൾ മൈനർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇതിപ്പം A11ന്റെ കേസേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി M12 എന്ന് പറഞ്ഞാൽ എന്താ? M12 എന്ന് പറയുമ്പോൾ നമ്മൾ A12 ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, A12 ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് A21, A23 ആൻഡ് A31, A33 ഇങ്ങനെ വരും. ക്ലിയർ അല്ലേ? ഇനി അതേപോലെ ഇപ്പൊ നമ്മള് അപ്പം M11 എന്ന് പറഞ്ഞാൽ എന്താന്ന് ക്ലിയർ ആയി. M21 ഇനി നമ്മൾ നെക്സ്റ്റ് ഇപ്പൊ നമ്മളൊരു M13 ആണ് നോക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പൊ M13 എന്ന് പറയുന്നത് എന്താണ് വരിക? M13 ഈക്വൽ ടു M13 എന്ന് പറഞ്ഞാൽ M13 വരുന്ന ആ റോയും കോളവും ഡിലീറ്റ് ചെയ്യാം. അതായത് M13 അല്ല, A13 വരുന്ന റോയും കോളവും ഡിലീറ്റ് ചെയ്തിട്ട് A21, A22, A31, A32 വരും. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് A21, A22, A31, A32. ക്ലിയർ അല്ലേ? അപ്പം ഇങ്ങനെയാണ് നമ്മൾ മൈനർ കാണാം. ഓക്കെ, നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിപ്പം ഓരോന്നും എങ്ങനെയാ കാണാന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ഇനി നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം A എന്ന് പറയുന്ന മെട്രിക്സ്, നമ്മൾ A എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ അല്ലേ എഴുതാം. A എന്ന് പറയുന്നത് ഒരു 1, 2, 3, 0, 1, 2, 0, 3, 1 ആണെന്ന് വിചാരിക്കുക. ഇതാണ് നമ്മുടെ മെട്രിക്സ് എന്ന് വിചാരിക്കാം. ഇതിലെ ഓരോന്നിന്റെ മൈനേഴ്സ് ആണ് നമുക്ക് കാണണ്ടെങ്കിൽ മെട്രിക്സ് എന്ന് എഴുതണ്ട അല്ലെ, ഡിറ്റർമിനന്റ് ആയിട്ട് നമുക്ക് എഴുതാം. ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് ഇതാണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിലിപ്പോ എനിക്ക് M11 എന്ന് പറഞ്ഞാൽ എന്താ വരിക? M11 എന്ന് പറയുമ്പോൾ ഇതല്ലേ നമ്മുടെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളത്തിലുള്ള എലമെന്റ്. അപ്പൊ ഇത് ഡിലീറ്റ് ചെയ്തിട്ട് ബാക്കി വരുന്നതിന്റെ ഡിറ്റർമിനന്റ് ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് 1, 2, 3, 1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 മൈനസ് 6 എന്ന് വരും. ദാറ്റ് ഈസ് -5. ഇതാണ് M11 എന്ന് പറയുന്നത് മൈനർ. ഇനിയിപ്പോ എനിക്ക് ഇതിൽ M12 ആണെന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് M12 എന്ന് പറയുമ്പോൾ എന്താ? നമ്മുടെ ഇതിലെ 1, 2 അതായത് ആദ്യത്തെ റോയിലെ രണ്ടാമത്തെ കോളത്തിൽ വരുന്ന എലമെന്റ് ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ബാക്കി 0, 2, 0, 1 എന്ന് വരും. എന്ത് വരും? ഡിറ്റർമിനന്റ് ഓഫ് 0, 2, 0, 1 വിച്ച് ഇസ് ഈക്വൽ ടു എന്താടാ? 0 മൈനസ് 0 ഈക്വൽ ടു 0. ഇനി അതേപോലെ M13 എന്ന് പറയുന്നത് എന്ത് വരും? M13 എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാ ഡിലീറ്റ് ചെയ്യണ്ടേ? ഈ റോയും ഈ കോളവും, ഈ റോയും ഈ ഒരു കോളം. 0, 1, 0, 3 എന്ന് വരും. ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് 0, 1, 0, 3 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് വരും? 0 എന്ന് വരും. ഞാൻ അധികം 0 എടുത്തിട്ട് പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ എങ്ങനെയാ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന, എങ്ങനെയാണ് ഇത് ഫൈൻഡ് ചെയ്യുന്നതെന്നുള്ള മനസ്സിലായില്ലേ? അതായത് മൈനേഴ്സ്, ഓരോ എലമെന്റിന്റെയും മൈനേഴ്സ് എങ്ങനെയാ കാണാന്നുള്ളത് ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി നമ്മൾ മൈനർ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു സെക്ഷനിൽ പറയുന്നത് എന്താ? കോഫാക്ടേഴ്സ് എന്താണ്? കോഫാക്ടേഴ്സ് എന്താന്ന് പറയുമ്പോൾ കോഫാക്ടേഴ്സ് CIJ, ഇതിന്റെ നൊട്ടേഷൻ നമ്മൾ അവിടെ MIJ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ CIJ എന്നാണ് ഈ ഒരു നൊട്ടേഷൻ വരുന്നത്. ഓഫ് ദ എലമെന്റ് AIJ ഇൻ ദ ഡിറ്റർമിനന്റ് ഡെൽറ്റ ഈസ് ഡിഫൈൻഡ് ടു ബി -1 raised to I plus j into MIJ where MIJ is the minor of the element AIJ. അതായത് നമ്മളിപ്പം ഓരോ എലമെന്റിന്റെയും AIJസിനെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള MIJs മൈനേഴ്സ് കാണാൻ പഠിച്ചു അല്ലെ? ആ കാണുന്ന മൈനറിനെ ഒരു -1 raised to I plus j നെ കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്തായി? കറസ്പോണ്ടിങ് കോഫാക്ടർ ആയി. അതായത് ഇപ്പൊ നമ്മളിവിടെ M11 കണ്ടു. M11 കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് C11 കാണാൻ നമ്മൾ എന്ത് ചെയ്യും? -1 raised to ഈ I plus j എന്ന് പറയുന്നത് ഇവിടെ എന്താ? 1 plus 1 എന്ന് വരും ഇൻറ്റു M11. അപ്പൊ നമ്മളെടുത്തൊരു C12 പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? -1 raised to 1 plus 2 into M12. ഓക്കെ, ഇനി നമ്മളടുത്തൊരു C22 കാണാൻ പറഞ്ഞാൽ എന്താ ചെയ്യുക? -1 raised to 2 plus 2 into M22. അതായത് മൈനർ കണ്ടിട്ട് അതിന്റെ കൂടെ എന്തും കൂടി ഒരു സാധനം കൂടി എക്സ്ട്രാ വരും. -1 raised to ഇവിടെ എന്താണോ ഉള്ളത് അതിന്റെ രണ്ടേയും കൂടി സമ്മ് കാണാം, എന്നിട്ട് -1 raised to ചെയ്യുന്ന സാധനം. ഓക്കെ, ഇനി നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. അതിന് മുന്നേ വേണമെങ്കിൽ നമ്മൾ ഇപ്പം ചെയ്ത ഈ ഒരു പ്രോബ്ലത്തിന്റെ
കറസ്പോണ്ടിങ് കോഫാക്ടർ നമ്മളൊന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ M12 നമുക്ക് 0 കിട്ടിയ അപ്പൊ നമുക്ക് ഒബ്വിയസ്ലി C12 എന്ന് പറയുന്നതും 0 ആയിരിക്കും അല്ലെ. നമ്മൾ 0 അല്ലാത്ത കേസിൽ ഇവിടെ -5 ആ കിട്ടിയ. അപ്പം ഈ ഒരു കേസിൽ നമ്മളിപ്പം C11 എന്ന് പറയുകയാണെങ്കിൽ എന്ത് വരും? -1/1 + 1 ഇവിടെ 1 അല്ലേ, ഇൻറ്റു നമുക്ക് M11 ഇവിടെ എന്താ കിട്ടിയേ? -5 അല്ലേ, which is equal to -1/2 എന്ന് പറഞ്ഞാൽ 1 തന്നെ, that is equal to -1 എന്ന് വരും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇത് വെച്ചിട്ട് write down the minor and cofactor of each element of the determinant 3 - 1 2 5. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഡിറ്റർമിനന്റ്. ഇതിന്റെ ഓരോ എലമെന്റിന്റെയും കോഫാക്ടറും പിന്നെന്താ മൈനറും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഇതെന്ന് പറഞ്ഞാൽ A11 A12 A21 A22. നമുക്ക് ആദ്യം M11 കാണാം. M11 എന്ന് പറയുമ്പോൾ എന്താ? ഇത് വരുന്ന റോയും കോളവും ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളതിന്റെ ഡിറ്റർമിനന്റ്. അപ്പൊ ഇത് വരുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ? 5 മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ ഓർഡർ 1 അല്ലേ. അപ്പം അതെന്ന് പറഞ്ഞ ഡിറ്റർമിനന്റ് കാണാൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സെയിം വാല്യൂ എന്നാലേ വരിക. അപ്പൊ ഇവിടെ 5 എന്ന് വരും. ഇനി അടുത്തത് M12 എന്ന് പറയുന്നത് എന്ത് വരും? അപ്പം M12 കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ 12ന്റെ ഈ ഒരു റോയും കോളവും ഒഴിവാക്കിയിട്ട് ബാക്കി എന്ത് വരും? 2 വരും അല്ലെ. ഇനി M21 എന്ന് പറയുമ്പോൾ എന്ത് വരും? 21 എന്ന് പറയുമ്പോൾ ഈ ഒരു പൊസിഷനിലുള്ളത് ഒഴിവാക്കിയിട്ട് ബാക്കി ഇവിടെ -1. ഇനി നെക്സ്റ്റ് M22 എന്ന് പറയുമ്പോൾ എന്ത് വരും? ഈ ഒരു ഇത് ഒഴിവാക്കിയിട്ട് ബാക്കി ഇവിടെ എന്താ ഉള്ളത്? 3 വരും. അപ്പം മൈനസ് കിട്ടിയല്ലോ, ഓരോ എലമെന്റിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മൈനർ കണ്ടു. ഇനി നമുക്ക് കോഫാക്ടർ കാണുമ്പോൾ C11 എന്ന് പറയുമ്പോൾ എന്ത് വരും? -1/2 ഇൻറ്റു ഇവിടെ എന്താ 5 അല്ലേ M11, വിച്ച് ഇസ് ഈക്വൽ ടു 1 × 5 എന്ന് പറയുമ്പോൾ 5 തന്നെ കിട്ടും. ഇനി C12 എന്ന് പറയുമ്പോൾ -1/3 എന്ന് പറഞ്ഞാൽ എന്താ? -1. അപ്പൊ -1 ഇൻറ്റു ഇവിടെ 2 ആണുള്ളത്, അപ്പൊ -2 എന്ന് വരും. ഇനി നെക്സ്റ്റ് A21 എന്ന് പറയുമ്പോൾ -1/3 എന്ന് പറഞ്ഞാൽ -1 ഇൻറ്റു ഇവിടെ കിട്ടിയ ആൻസർ എന്താ? -1 അല്ലേ. അപ്പൊ -1 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ -1 ഇൻറ്റു -1 വിച്ച് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഫൈനലി C22 എന്ന് പറയുമ്പോൾ എന്ത് വരും? -1/4 എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു ഇവിടെ 3 വരും. അപ്പം C22 ഈക്വൽ ടു 3 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു മെട്രിക്സ് തന്നാൽ അതിന്റെ മൈനേഴ്സ് കാണാനും പഠിച്ചു, കോഫാക്ടർ കാണാനും പഠിച്ചു അല്ലേ. ഇത്രയും ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്താ ഡിറ്റർമിനന്റ് എന്താന്ന് പറഞ്ഞു, അതിന്റെ ഓരോ ഓർഡറിലുള്ള ഡിറ്റർമിനന്റ് ഇങ്ങനെ ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞു. അതിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്തു. പ്ലസ് നമ്മളിപ്പോ മൈനേഴ്സ് എന്താണ്, കോഫാക്ടേഴ്സ് എന്താന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ബാക്കി ഈ ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടീസ് ഒക്കെ നമുക്ക് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം.